Welcome back to our next video lesson. In this lesson, we can discuss about budgets according to time. We have already studied various kinds of budget under functions. Sales budget, production budget, material budget, labor budget, overhead budget, etc. and so on. In this class, we can study the budgets according to time. On the basis of time, budgets are divided into three. They are long-term budget, short-term budget and current budget. Long-term budget, short-term budget and current budget. Long-term budgets are the budgets which are prepared for more than 1 year. These are prepared for more than 1 year. This is used for planning and control. For example, capital expenditure budget, research and development budget, etc. ലോങ് ടൈം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനേക്കാൾ കൂടുതൽ കാലയളവിലേക്ക് നമ്മൾ തയ്യാറാക്കുന്ന ബഡ്ജറ്റുകളെയാണ് ലോങ് ടൈം ബഡ്ജറ്റ് എന്ന് പറയാം. പ്ലാനിങ്ങിനും കൺട്രോളിനും വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ് അതിനൊക്കെ എക്സാമ്പിൾ ആണ്. Then short term budget are those budget which are prepared for a period of less than 1 year. ഒരു വർഷത്തിനുള്ളിലുള്ള കാലയളവിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റുകളെയാണ് ഷോർട്ട് ടൈം ബഡ്ജറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ മെറ്റീരിയൽ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ്, എക്സെട്ര. This has a period of less than 1 year. Then current budget. Current budgets are those budget which are prepared for the current period and are related to current condition. നമ്മളുടെ കറണ്ട് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ കറണ്ട് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ തയ്യാറാക്കുന്ന ബഡ്ജറ്റുകളെയാണ് കറണ്ട് ബഡ്ജറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ എ വീക്ക്, ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ എ മന്ത്. ഒരു മാസത്തേക്ക്, ഒരു ആഴ്ചയിലേക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കറണ്ട് ബഡ്ജറ്റ് ആണ്. സോ ഓൺ ദ ബേസിസ് ഓഫ് ടൈം ബഡ്ജറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ത്രീ: ലോങ് ടൈം ബഡ്ജറ്റ്, ഷോർട്ട് ടൈം ബഡ്ജറ്റ് ആൻഡ് കറണ്ട് ബഡ്ജറ്റ്. The next one is zero based budgeting. We can say that the base is zero under this budget. അപ്പോൾ സീറോ ബേസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഈ ബഡ്ജറ്റിന്റെ ബേസ് എന്ന് പറയുന്നത് സീറോയാണ്, വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രീവിയസ് ഫിഗേഴ്സ്. നമ്മൾ പാസ്റ്റിനെ ബേസ് ചെയ്തല്ല നമ്മൾ തയ്യാറാക്കുന്നത്. മറ്റ് ട്രഡീഷണൽ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ബഡ്ജറ്റുകളും പ്രിപ്പയർ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പാസ്റ്റ് ഫിഗേഴ്സ് ആണ്. പക്ഷേ ഈ സീറോ ബേസ് ബഡ്ജറ്റിങ്ങിൽ നമ്മൾ പാസ്റ്റ് ഫിഗേഴ്സിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ ബഡ്ജറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സീറോ. It is started in 1969 in USA. The starting point of this budget is zero. Under ZBB, this budgeting is also known as ZBB, zero based budgeting. Every project or function must be justified for its inclusion in budgets of a new period. നമ്മളൊരു പുതിയ പീരിയഡിലേക്ക് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ആ ബഡ്ജറ്റിൽ നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെല്ലാം ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രോജക്ട്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ ആ സംഭവങ്ങളെയെല്ലാം നമ്മൾ ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. അണ്ടർ ZBB, every project or function or activities must be justified for its inclusion in budgets of a new period. ഒരു പുതിയ പീരിയഡിലേക്ക് ബഡ്ജറ്റ്സ് തയ്യാറാക്കുമ്പോൾ അതിനുള്ളിൽ വരുന്ന ഏതൊരു ആക്ടിവിറ്റീനെയും നമ്മൾ ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ബഡ്ജറ്റ് മാനേജർ is to justify why the expenditure should be included. ഇനി ഒരു ബഡ്ജറ്റിൽ ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അത് കാണിച്ചു എന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. ഒരു കാര്യകാരണ സഹിതമാണ് ശരിക്കും സീറോ ബേസ് ബഡ്ജറ്റ്. എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു, എന്തുകൊണ്ട് ആ എക്സ്പെൻഡിച്ചർ നമ്മൾ കാണിച്ചു. ഓരോ ആക്ടിവിറ്റിക്കും വേണ്ടി നമ്മൾ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ഇസ് കണ്ടക്റ്റഡ് ഫോർ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു ഒരുപാട് ആക്ടിവിറ്റീസും പ്രോജക്റ്റ് ഒക്കെ നമ്മുടെ ബഡ്ജറ്റിനകത്താണ്. ആ ബഡ്ജറ്റിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് നടത്തും. എന്തൊക്കെ കോസ്റ്റുകളാണ് ഓരോ ആക്ടിവിറ്റിയും വരുന്നത്, എന്തൊക്കെല്ലാം ബെനഫിറ്റുകളാണ് ആ ആക്ടിവിറ്റിയിൽ വരുന്നത്, അതാണ് കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്. വാട്ട് ആർ ദ cost incurred in connection with the activities and what are the benefits derived from that activity. ഒരു ആക്ടിവിറ്റിക്ക് എത്രമാത്രം കോസ്റ്റ് വരുന്നു, എത്രമാത്രം ബെനഫിറ്റ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു, ഇത് രണ്ടും നോക്കുന്നതിനെയാണ് കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് എന്ന് പറയുക. ഇപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റിക്കും നമ്മൾ കോസ്റ്റ് ആൻഡ് ബെനഫിറ്റ് അനാലിസിസ് ചെയ്യണം.
Then next one is ZBB involves a choice among several alternatives. നമ്മളെ ഒരു ഡിസിഷൻ മേക്കിംഗ് ചോയ്സ് പോലെയാണ് ZBB. ഒരുപാട് ചോയ്സിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ZBBയിൽ നമ്മൾ തിരഞ്ഞെടുക്കുക. Then activities are ranked in the order of performance. ഓരോ ആക്ടിവിറ്റിയുടെയും പെർഫോമൻസ് അനുസരിച്ച് റാങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നത്. In this base we can say it is priority based budgeting. നമ്മൾ ഒരുപാട് ചോയ്സസിൽ നിന്ന് ഓരോ ആക്ടിവിറ്റി നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്ത് ഡിസൈഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ചോയ്സസ് എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ റാങ്ക് ഓർഡറിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രയോറിറ്റി ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് പ്രയോറിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ്. Then advantages of ZBB. Zero based budgeting inde advantages ആണ് optimum allocation of resources. നമ്മളുടെ money material പോലെയുള്ള റിസോഴ്സുകളെ ഒപ്റ്റിമം അലോക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഓരോ ആക്ടിവിറ്റിയിലേക്കും ബഡ്ജറ്റ്സ് മേ കണ്ടെയ്ൻ സെവറൽ ആക്ടിവിറ്റീസ്. Optimum allocation of resources is necessary for each and every activity. Then past inefficiencies are not carried out. നമ്മൾ പറഞ്ഞു സീറോ ബേസ് ബഡ്ജറ്റിംഗിലെ ബേസ് സീറോയാണ്, പാസ്റ്റ് ഫിഗർ അല്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റിലെ ഇൻഎഫിഷ്യൻസി ക്യാരി ഓൺ ചെയ്യില്ല നമ്മൾ. ദെൻ ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ട് നമ്മൾ അല്ലേ. സോ വി ക്യാൻ എൻഷുർ ഓപ്പറേഷണൽ എഫിഷ്യൻസി. ദെൻ കെയർഫുൾ പ്ലാനിങ് ഇസ് പോസിബിൾ ഇൻ ZBB. ആൾട്ടർനേറ്റീവ് വേസ് ഓഫ് പെർഫോമിംഗ് ജോബ്. നമ്മൾ പറഞ്ഞു ഒരുപാട് ചോയ്സസിൽ നിന്നാണ് ഒന്ന് എടുക്കുന്നത് അല്ലേ. അപ്പൊ ആൾട്ടർനേറ്റീവ് വേസ് അവിടെയുണ്ട്. യൂസ്ഫുൾ ഫോർ ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ. ZBBക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് ഗവൺമെന്റും പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസും ആണ്. ഈ പുതിയ തരത്തിലുള്ള സിസ്റ്റമാണ് ZBB. ട്രഡീഷണൽ അല്ല, മോഡേൺ ആണ് ZBB. ദീസ് ആർ യൂസ്ഡ് ഇൻ ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സെക്ടർ organization. It encourages the participation of all level managers in the preparation of budget. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ മാനേജേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നു. ZBB has some advantages. At the same time it has to suffer from various limitations. The limitations of ZBB are എന്തൊക്കെയാണ്? ഇതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഹൈ കോസ്റ്റ് അല്ലെ, ഒരുപാട് ചെലവ് വരുന്നുണ്ട്, ഒരുപാട് ഓൾട്ടർനേറ്റീവ് വരുന്നുണ്ട്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുന്നുണ്ട്. ഇൻ ദിസ് വേ വി ക്യാൻ സേ ദാറ്റ് ZBB ഇൻകാസ് ഹൈ കോസ്റ്റ്. ടൈം കൺസ്യൂമിങ്. ഇതിനൊക്കെ ഒരുപാട് സമയം വരുന്നുണ്ട്, ടൈം കൺസ്യൂമിങ് ആണ്. ലോട്ട് ഓഫ് ഇഫർട്ട് ആൻഡ് പേപ്പർ വർക്ക്. ഒരുപാട് പേപ്പർ വർക്കുകളും ഇഫേർട്സ് ഒക്കെ ZBBക്ക് ആവശ്യമാണ്. ദെൻ സബ്ജക്റ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് ചോയ്സസിൽ നിന്ന് റാങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി എടുക്കുന്നത് അല്ലെ. ഇൻ ദിസ് വേ സബ്ജക്റ്റീവ് ആണ്. ആ മാനേജറുടെ സബ്ജക്റ്റിവിറ്റി അതിനെ അഫക്റ്റ് ചെയ്യാം. Requires proper planning. Those who do the budgeting they will require proper training with regard to the preparation of these kinds of budget. ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് കൂടിയേ തീരൂ. These are the disadvantages of ZBB. The next one is performance budgeting. Performance budgeting is a new approach in the case of budgeting. ബഡ്ജറ്റിംഗിലെ പുതിയൊരു അപ്രോച്ച് ആണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്. ഗവൺമെന്റ് ആൻഡ് അതർ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് യൂസ്ഡ് ദിസ് കൈൻഡ്സ് ഓഫ് ബഡ്ജറ്റിംഗ്. ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് യൂസ് ചെയ്യുന്നത് ഗവൺമെന്റും അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസും ആണ്. Under this type of budgeting, emphasis is given to work done rather than financial plan. സാധാരണ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വർക്ക്സിനാണ്, പെർഫോമൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Under this kind of budgeting, comparing the performance in physical terms as well as related cost. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഓരോ പെർഫോമൻസിനെയും ഫിസിക്കലി നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണ്. ഫിസിക്കലി നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണ്. പെർഫോമൻസുകളാണ് ഇവിടെ, അത് മെഷർ ചെയ്ത് നോക്കുന്നു, അതിന്റെ കോസ്റ്റും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. At the end of each period, comparing the actual performance with the budgeted performance both in terms of physical units and its monetary value. ഓരോ പീരിയഡിന്റെയും അവസാനത്തിൽ നമ്മളുടെ ആക്ച്വൽ പെർഫോമൻസ് ബഡ്ജറ്റഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫിസിക്കലി നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുന്നു, അതിന്റെ മോണിറ്ററി വാല്യൂ കൂടി നമ്മൾ നോക്കുന്നു, കോസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കലിയും അത് കൗണ്ട് ചെയ്ത് നോക്കുകയാണ് ഈ പെർഫോമൻസ് ബഡ്ജറ്റിംഗിൽ ചെയ്യുന്നത്. അപ്പോൾ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ന്യൂ അപ്രോച്ച് ആണ്, ഗവൺമെന്റ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. ദെൻ പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വർക്ക്സ് ഡണ്ണിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ഫിനാൻഷ്യൽ പ്ലാനിനല്ല.
Then program budgeting. This is derived from USA. Government organization as well as non-profit organizations are used program budgeting. Program budgeting ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് ഓർഗനൈസേഷൻസും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹോസ്പിറ്റൽ, സ്കൂൾസ്, അങ്ങനെയുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സോഷ്യൽ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ പ്രോഗ്രാം ബഡ്ജറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് പ്രോഗ്രാംസിനാണ് റാദർ ദാൻ ഫംഗ്ഷൻ. ഫംഗ്ഷൻ അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ, സോഷ്യൽ, ഹെൽത്ത് കെയർ, ഇവിടെയെല്ലാം പ്രോഗ്രാംസ് ആണ്. സോ പ്രോഗ്രാംസ് ആണ് ഇവിടെ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. ദിസ് ബഡ്ജറ്റിംഗ് ഓൾസോ നോൺ ആസ് ഔട്ട്പുട്ട് ബഡ്ജറ്റിംഗ്. ഔട്ട്പുട്ട് ബഡ്ജറ്റിംഗ് ഇറ്റ് എയിംസ് അറ്റ് പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് of programs are put to cost benefit analysis. ഇവിടെ നമ്മൾ ഓരോ പ്രോഗ്രാംസിലേക്കും റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് ഓരോന്നിൽ നിന്ന് കിട്ടുന്ന ഓരോ പ്രോഗ്രാമിൻ്റെയും കോസ്റ്റും ബെനഫിറ്റും കമ്പയർ ചെയ്തിട്ട്, ഒരു പ്രോഗ്രാമിൽ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് എത്ര, നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് എത്ര, അതിൻ്റെ ബേസിലാണ് നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓരോ പ്രോഗ്രാമിനെയും നമ്മൾ റാങ്ക് ചെയ്യാണ്, ഓരോ പ്രോഗ്രാമിനെയും കോസ്റ്റും ബെനഫിറ്റും അനലൈസ് ചെയ്ത് നോക്കാണ്. അതിനുശേഷമാണ് നമ്മൾ റിസോഴ്സസ് allocate ചെയ്യുന്നത്. It enables the organization to allocate resources to those programs which will enable maximum benefit. നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഏത് പ്രോഗ്രാം ആണോ മാക്സിമം ബെനഫിറ്റ് തരുന്നത് ആ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക.